LDF മന്ത്രിസഭയുടെ 4ാം വാർഷികം വരികയാണ്. ഗവൺമെൻറ്റിൻ്റെ നേട്ടങ്ങളും കാര്യങ്ങളുമൊക്കെ അവരുടേതായ രീതിയിൽ അവതരിപ്പിക്കുമ്പോൾ UDFൻ്റെ 4 കൊല്ലം UDF ഏറ്റവും കൂടുതൽ 5 കൊല്ലവും പ്രാധാന്യം കൊടുത്തത് ആരോഗ്യ മേഖലയ്ക്കാണ്. കാരണം കേരളത്തിൽ ഏറ്റവും പരിഗണിക്കേണ്ട വിഭാഗം ആരോഗ്യ വിഭാഗമാണ് എന്ന് ഞാൻ കരുതുന്നു. കാരണം ആരോഗ്യ പ്രശ്നം ഇന്ന് കേവലം ഒരു ഹെൽത്ത് പ്രോബ്ലമായിട്ട് മാത്രം നിൽക്കുന്നില്ല. അതൊരു സാമൂഹ്യ ടെൻഷന് ഇടയാക്കുന്ന കാര്യമായിട്ടൂടെ കാണുക. എന്താ, ലോകത്തെവിടെയും കിട്ടുന്ന ചികിത്സ കേരളത്തിൽ കിട്ടും. പക്ഷേ അത് ഒരു 10% 15% ആളുകൾക്ക് മാത്രമേ ലഭ്യമാകത്തുള്ളൂ. കാരണം സാമ്പത്തിക ബാധ്യത. അപ്പം അങ്ങനെ വരുമ്പം ആളുകൾ കാണുമ്പം പണമില്ലാത്തത് കൊണ്ട് എനിക്കൊരു കാര്യം, എൻ്റെ കുടുംബത്തിൽ ഒരു കാര്യം ചെയ്യാൻ സാധിക്കുന്നില്ല. ആ കാര്യത്തിൽ എനിക്കുള്ള അനുഭവം കോക്ലിയർ ഇംപ്ലാന്റ് സർജറിയാണ്. 5 ലക്ഷം രൂപയുണ്ടെങ്കിൽ അത് ഓരോ അങ്ങനെയുള്ള കുട്ടികൾക്ക് ചെലവാക്കാൻ സാധിക്കുമെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ സംസാരശേഷിയില്ലാത്ത, ശ്രവണശേഷിയില്ലാത്ത ഒരു കുട്ടി ഇനി വളർന്നു വരത്തില്ല. 5 വയസ്സിനുള്ളിൽ ഈ ഓപ്പറേഷൻ നടത്തി ഈ ഉപകരണം വെച്ചാൽ മതി. പക്ഷെ അതെത്ര പേർക്ക് നമ്മുടെ സംസ്ഥാനത്ത് സാധിക്കും? അപ്പോൾ അതുകൊണ്ട് ആ കുട്ടികളുടെ അമ്മമാരുടെ നിവേദനവും അവരുടെ രോദനവും കേട്ടാണ് ഞങ്ങൾ ആദ്യം 100 ഓപ്പറേഷൻ നടത്താൻ തീരുമാനിച്ചു. പിന്നീട് വന്ന എല്ലാവർക്കും 4 കൊല്ലം കൊണ്ട് 640 പേർക്കാണ് ചെയ്തത്. അപ്പോൾ ആ അർത്ഥത്തിൽ UDF ചെയ്ത കാര്യങ്ങൾ 4 കൊല്ലം ഈ ഗവൺമെൻറ്റിൻ്റെ പൂർത്തിയാകുന്ന സമയത്ത് ആ കാര്യങ്ങൾ ഒന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. പ്രത്യേകിച്ച് ഇന്ന് ആരോഗ്യ രംഗത്ത് വളരെയധികം ശ്രദ്ധ ജനങ്ങൾ ചെലുത്തുന്നൊരു സമയമാണ്. UDF 2011-16 വരെ 5 വർഷം ഞാൻ പറഞ്ഞതുപോലെ എല്ലാ അർത്ഥത്തിലും മുന്തിയ പരിഗണന നൽകി. ഇന്ന് പലപ്പോഴും ഇന്നത്തെ ഗവൺമെൻറ് 2017-18 ഇന്ത്യയിൽ 1ാം സ്ഥാനത്ത് എത്തി എന്ന് പറയാറുണ്ട്. ശരിയാണ്, 1ാം സ്ഥാനത്താണ്, യാതൊരു തർക്കവുമില്ല. പക്ഷേ ആ 1ാം സ്ഥാനം 2015-16 UDF ഗവൺമെൻറ്റിൻ്റെ അവസാന വർഷം അഭിമാനകരമായി നേടി. എത്രയാ സ്കോറ്? അന്ന് 76.55 സ്കോർ വാങ്ങി 1ാം സ്ഥാനത്തെത്തി. ഇന്നും നമ്മൾ 1ാം സ്ഥാനത്താണ്. പക്ഷെ ഇന്ന് വാങ്ങിയ സ്കോർ 74.01. 74.01. നമ്മൾ 2.54 സ്കോർ കൂടുതൽ വാങ്ങിയാണ് ആ സ്ഥാനം നമ്മളെത്തിയത്. ഈ ഗവൺമെൻറ് ഇന്ന് 1ാം സ്ഥാനത്താണെങ്കിലും കുറഞ്ഞ സ്കോറോടുകൂടിയാണ് ആ സ്ഥാനത്ത് എത്തിയിരിക്കുന്നത്. ഫണ്ട് അലോക്കേഷൻ്റെ കാര്യത്തിൽ LDF ഗവൺമെൻറ് 2010-11 166 കോടി രൂപയാണ് ഹെൽത്തിന് വേണ്ടി അനുവദിച്ചിരുന്നെങ്കിൽ UDF 2015-16 665 കോടി രൂപ, 4 ഇരട്ടിയാണ്.
അന്ന് പെടുത്തിയത്. 98% എക്സ്പെൻഡിച്ചർ വന്നു. LDF റിവൈസ്ഡ് എസ്റ്റിമേറ്റിൽ 1341 കോടി രൂപയാണ് 19-20 ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് നാഷണൽ ഹെൽത്ത് മിഷനിലൂടെ 3000 കോടി രൂപയാണ് വിവിധ വികസന പദ്ധതികൾക്ക് വേണ്ടി നടപ്പിലാക്കിയത്. അതിനു പുറമെ മെഡിക്കൽ കോളേജ്, പുതിയ മെഡിക്കൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള മെഡിക്കൽ കോളേജുകളുടെ നവീകരണത്തിനും വികസനത്തിനും വേണ്ടി അധിക ഫണ്ട് കണ്ടെത്തുകയും ചെയ്തു. കഴിഞ്ഞ ഗവൺമെൻറ് എടുത്ത ആരോഗ്യരംഗത്തെടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീരുമാനം എല്ലാ ജില്ലയിലും ഓരോ മെഡിക്കൽ കോളേജ്. ഇന്ത്യ സ്വാതന്ത്ര്യം പ്രാപിച്ച് 2011 വരെ കേരളത്തിൽ 5 മെഡിക്കൽ കോളേജുകളാണ് ഉണ്ടായിരുന്നത്. പക്ഷേ 5 വർഷം കൊണ്ട് 14 മെഡിക്കൽ കോളേജ് അത് ലക്ഷ്യമിട്ടു. അതിൻ്റെ പ്രവർത്തനങ്ങളുമായി മുമ്പോട്ട് പോയി. 3 മെഡിക്കൽ കോളേജുകൾ എല്ലാം പൂർത്തിയാക്കി പ്രവർത്തനം ആരംഭിച്ചു. മഞ്ചേരി, പാലക്കാട്, ഇടുക്കി 3 കോളേജ് ആരംഭിച്ചു. തിരുവനന്തപുരം കോളേജിന് പണി പൂർത്തിയാക്കി. ഓൾ ഇന്ത്യ മെഡിക്കൽ കൗൺസിലിൻ്റെയും ബാക്കിയുള്ള എല്ലാ അംഗീകാരവും കിട്ടി. ഞങ്ങൾ ഉദ്ഘാടനം ചെയ്തു. പ്രിൻസിപ്പലിനെയും മറ്റ് ആവശ്യമായിട്ടുള്ള സ്റ്റാഫിനെ പോസ്റ്റ് ചെയ്തു. ഇന്ദിരാഗാന്ധിയുടെ സ്മാരകമായിട്ട് വേണം എന്ന് തീരുമാനിച്ച് ആ പേര് വിട്ടു. പക്ഷേ ഈ ഗവൺമെൻറ് വന്നിട്ട് അത് വേണ്ടാന്ന് വെച്ചു. കൊച്ചിൻ സഹകരണ മെഡിക്കൽ കോളേജ് ഏറ്റെടുത്തു. കോന്നിയിലും കാസർഗോഡും സ്ഥലം കണ്ടെത്തി എല്ലാ നടപടിക്രമങ്ങളും പൂർത്തീകരിച്ച് അതിൻ്റെ കെട്ടിട ഉദ്ഘാടനം നടത്തി, കെട്ടിടത്തിൻ്റെ ശിലാസ്ഥാപനം നടത്തി അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ മുമ്പോട്ട് പോയി. കോന്നിയിലെ മെഡിക്കൽ കോളേജും അതിൻ്റെ നിർമ്മാണം അവസാന ഘട്ടത്തിൽ എത്തിയിരുന്നു. കാസർഗോഡ് മെഡിക്കൽ കോളേജ് കെട്ടിടം തീർന്നു, ആശുപത്രി തീർന്നു. ആശുപത്രിയുടെ പണി തുടങ്ങാൻ പറ്റിയില്ല. ഇതായിരുന്നു. പരിയാരം, പാരിപ്പള്ളി മെഡിക്കൽ കോളേജുകൾ ഏറ്റെടുക്കാനും പ്രിൻസിപ്പൽ ഏറ്റെടുക്കാൻ തീരുമാനിച്ച വന്നിട്ട് അങ്ങനെ വയനാട് തറക്കല്ലിട്ടു. ഈ 14 മെഡിക്കൽ കോളേജ് ഞങ്ങൾ ലക്ഷ്യമിട്ടത് അനൗൺസ് ചെയ്തത് 16 മെഡിക്കൽ കോളേജായി. അതായത് തിരുവനന്തപുരത്ത് 2 മെഡിക്കൽ കോളേജ് എന്നുള്ളത് ആശയം. അതുപോലെ ഹരിപ്പാട് ഒരു പുതിയ മെഡിക്കൽ കോളേജ് എന്നുള്ള ആശയം കൂടി വന്നപ്പോൾ 16 മെഡിക്കൽ കോളേജിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളായി. അതിന് വളരെ ദൂരം മുമ്പോട്ട് പോയി. പക്ഷേ ഈ കോവിഡിൻ്റെ കാലം വന്നപ്പോൾ ഈ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൻ്റെയും കാസർഗോഡ് മെഡിക്കൽ കോളേജിൻ്റെയും പ്രസക്തി എല്ലാവർക്കും മനസ്സിലായി. തിരുവനന്തപുരത്തിന് എന്തിനാണ് 2 മെഡിക്കൽ കോളേജും ചോദിച്ചെന്നുണ്ട്. 2 മെഡിക്കൽ കോളേജ് ഉണ്ടായിരുന്നെങ്കിൽ ഒരു മെഡിക്കൽ കോളേജ് കോവിഡ് ചികിത്സയ്ക്ക് വേണ്ടി മാറ്റിവെച്ച് മറ്റേ മെഡിക്കൽ കോളേജ് സാധാരണ രോഗികളുടെ ചികിത്സയ്ക്ക് വേണ്ടി വിനിയോഗിക്കാമായിരുന്നു. വളരെയേറെ ആളുകളുടെ ചികിത്സാ സൗകര്യം സാധാരണ രോഗം വരുന്നവർക്ക് കിട്ടിയില്ല എന്നുള്ളൊരു പരാതി ഒഴിവാക്കാൻ സാധിക്കുമായിരുന്നു. അതുപോലെ കാസർഗോഡ് അതിൻ്റെ കോളേജിൻ്റെ കെട്ടിടം കഴിഞ്ഞു, പണി കഴിഞ്ഞു UDFൻ്റെ കാലത്ത് തന്നെ. പക്ഷേ മറ്റേ ആശുപത്രിയുടെ പണി തുടങ്ങിയില്ല. ഈ അടുത്ത കാലത്താണ് തുടങ്ങുന്നത്. ഈ ഗവൺമെൻറ്റിന് ഈ മെഡിക്കൽ കോളേജ് കെട്ടിടത്തിൽ എമർജൻസി OP തുറക്കേണ്ടി വന്നു. എമർജൻസി OP വേണ്ട നിരുത്സാഹപ്പെടുത്തിയ സ്ഥലത്ത് അവർക്ക് തന്നെ സമ്മതിക്കേണ്ടി വന്നു. പിന്നീട് എല്ലാ ജില്ലകളിലും മെഡിക്കൽ കോളേജ് എന്ന ആശയം അങ്ങനെ ആ വാഗ്ദാനം പൂർണ്ണമായും നിറവേറ്റിക്കൊണ്ടാണ് മുമ്പോട്ട് നീങ്ങിയത്. ആ നയത്തോട് യോജിച്ച് മുമ്പോട്ട് പോയിരുന്നെങ്കിൽ ഇന്ന് കേരളത്തിൽ 14 മെഡിക്കൽ കോളേജ് എങ്കിലും
ഉണ്ടാകുമായിരുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ ഇവർ ചെയ്തതെന്താ? ഉദ്ഘാടനം ചെയ്ത് വിദ്യാർത്ഥികളെ അഡ്മിറ്റ് ചെയ്ത് 1 വർഷം വിദ്യാഭ്യാസം അവിടെ നടത്തിയ ഇടുക്കി മെഡിക്കൽ കോളേജ് നിർത്തലാക്കിയിട്ട് ആ വിദ്യാർത്ഥികളെ മറ്റ് കോളേജുകളിലേക്ക് വിട്ടു. അപ്പം UDF കാലത്ത് തുടങ്ങിയ ഒരു മെഡിക്കൽ കോളേജ് തുടരരുത് എന്ന ഒരു മനോഭാവം അത് ബാക്കിയുള്ള മെഡിക്കൽ കോളേജുകളിലും ഉണ്ടായി കാണും. അതുകൊണ്ടാണ് ആ കോളേജുകളൊക്കെ പണി പൂർത്തിയാക്കാതിരുന്നതെന്ന് സംശയിക്കുക. അവസാനം ഇടുക്കിയിൽ തിരിച്ചു വരേണ്ടി വന്നു. ഇടുക്കി കോളേജ് പൂട്ടി സ്ഥലം വിട്ടവർ വന്ന് തുറന്ന് 2ാമത് കുട്ടികളെ അഡ്മിറ്റ് ചെയ്ത് ഇപ്പോൾ ആ മെഡിക്കൽ കോളേജ് പ്രവർത്തിക്കുക. അപ്പോൾ അന്ധമായ ഒരു രാഷ്ട്രീയ സാഹചര്യം എന്ന നിലയിൽ മെഡിക്കൽ കോളേജുകളുടെ ആ നല്ല ലക്ഷ്യമായിട്ട് മുമ്പോട്ടുള്ള പോക്കിന് തടസ്സം നിന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. സർക്കാർ മെഡിക്കൽ കോളേജുകളുടെ കാര്യം ഇതാണെങ്കിൽ MBBS 855 സീറ്റുകളുള്ള സ്ഥാനത്ത് UDF കാലത്ത് തന്നെ 1310 സീറ്റുകൾ 60% വർധനമാണ് ഈ ഒരു കാലഘട്ടത്തിൽ ഉണ്ടാക്കിയത് എന്നുള്ളത് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഡെൻ്റൽ കോളേജ് 3 നമുക്കുണ്ടായിരുന്നത്, അത് 5 ആക്കി. പിന്നെ ഒന്നും അത് കൂടിയിട്ടില്ല. BDS സീറ്റുകളുടെ എണ്ണം UDF വരുന്ന സമയത്ത് 140, ഇപ്പം 240. കൂടുതലൊന്നും തന്നെ ഈ 4 കൊല്ലം കൊണ്ട് ചെയ്യാൻ സാധിച്ചില്ല. സൗജന്യ ചികിത്സാ പദ്ധതികൾ, വളരെയേറെ പദ്ധതികൾ, അത് കേന്ദ്ര ഗവൺമെൻറ് ധനസഹായം കിട്ടുന്നതുണ്ട്, സംസ്ഥാനത്തിൻ്റെ ധനസഹായത്തോട് കൂടിയിട്ടുള്ളതുണ്ട്. ആ കാര്യങ്ങളൊക്കെ അന്നത്തെ ആരോഗ്യവകുപ്പ് മന്ത്രി ശ്രീ ശിവകുമാർ തന്നെ പ്രത്യേക താല്പര്യമെടുത്ത് അതൊക്കെ നടപ്പിലാക്കി. സൗജന്യ മരുന്ന് വിതരണം, കാരണം ഇന്ന് കേരളത്തിൽ സ്ഥിരമായി മരുന്ന് കഴിക്കുന്ന ഒരാളെങ്കിലും ഇല്ലാത്ത കുടുംബമുണ്ടോ? എല്ലായിടത്തും ഇത് ഒരു മരുന്ന് അനിവാര്യമായിരിക്കുന്ന കാലമാണ്. അവിടെയാണ് 2012 നവംബർ 1 മുതൽ PHSE സെൻ്ററും സബ് സെൻ്ററുകൾ ഉൾപ്പെടെ മെഡിക്കൽ കോളേജ് വരെയുള്ള ആശുപത്രികളിൽ 595 ഇനം ജനറിക് മെഡിസിൻ 595 ഇനം ജനറിക് മെഡിസിൻ സൗജന്യമായിട്ട് നൽകി വരികയാണ്. അമ്മയും കുഞ്ഞും എന്ന പദ്ധതി നടപ്പിലാക്കി. ആരോഗ്യകരണ പദ്ധതി APL BPL വ്യത്യാസമില്ലാതെ സർക്കാർ ആശുപത്രികളിൽ സൗജന്യമായി നടത്തുന്ന ഒരു വലിയ പദ്ധതിയാണ് ആരോഗ്യകരണ പദ്ധതി. അമൃതം ആരോഗ്യ പദ്ധതി, ഞാൻ ഇത് സംബന്ധിച്ച് ഒരു നോട്ട് തരുന്നതുകൊണ്ടാണ് പിന്നെ കൂടുതൽ പറയാത്തത്. സുഹൃതം പദ്ധതി, പിന്നെ കാരുണ്യ സുഹൃതം പദ്ധതി APL BPL വ്യത്യാസമില്ലാതെ എല്ലാ കുടുംബങ്ങൾക്കും ക്യാൻസർ പരിശോധനയും ചികിത്സയും മരുന്നും നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള സൗജന്യ ചികിത്സാ പദ്ധതിയാണ്. അതിൽ BPLകാർക്ക് എത്ര വരെയാണ്? 35 ലക്ഷം ഫാമിലികൾക്ക് APL ഇല്ല, BPL കുടുംബങ്ങൾക്ക് വേണ്ടിയുള്ള സൗജന്യ ചികിത്സാ പദ്ധതിയാണ് കാരുണ്യ ചികിത്സാ പദ്ധതി. ലോട്ടറി വകുപ്പിലെ ധനകാര്യമന്ത്രി മാനിസാറിനെ ഞാൻ പ്രത്യേകം സ്മരിക്കുന്നു. അദ്ദേഹം പ്രത്യേക താല്പര്യമെടുത്ത് കൊണ്ടുവന്ന് 1 രൂപ പോലും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഖജനാവിൽ നിന്നെടുക്കാതെ നടത്തിയ കാരുണ്യ ബെനവലൻറ്റ് ഫണ്ട്, കാരുണ്യ ലോട്ടറി നടത്തിയുണ്ടാക്കി. ആ പദ്ധതി മുഴുവൻ നമുക്ക് ഏറ്റവും കൂടുതൽ ചിലവ് വരുന്ന ചികിത്സയ്ക്ക് വരുന്ന നമ്മുടെ സഹോദരന്മാർക്ക് കൊടുക്കുന്ന ഒരു സ്കീമായിട്ട് അതിനെ മാറ്റി. മറ്റു പ്രധാനപ്പെട്ട ഒന്നാണ് കാരുണ്യ ഫാർമസി. ജീവൻ രക്ഷാ മരുന്നുകൾ 95% വരെ വില കുറച്ച് നൽകുന്നതിനായി സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ 50 കാരുണ്യ ഫാർമസികൾ തുറന്നു. ഇത് ഇപ്പം പലതും നിർത്തലാക്കിയിരിക്കുകയാണ്. സാധാരണക്കാർക്ക് വലിയ ഒരു പ്രയോജനം കിട്ടുന്ന പദ്ധതികളായിരുന്നു. പിന്നെ പുതിയതായിട്ട് 500ഓളം തസ്തികകൾ, 5000-ഓളം തസ്തികകൾ
ആരോഗ്യ വകുപ്പിൽ സൃഷ്ടിച്ചു. 5000 അസിസ്റ്റന്റ് സർജന്മാരുടെ എണ്ണം 855 പുതിയ അവരെ സെലക്ട് ചെയ്ത് അവരെ പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. അവയവ ദാനത്തിനുള്ള വിശദമായ പരിപാടി 2012 മുതൽ തുടങ്ങി. മൃതസഞ്ജീവനി അവയവം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ. UDFിൻ്റെ കാലത്ത് ഓരോ വർഷം തോറും കണക്ക് കൊടുത്തിട്ടുണ്ട്. 114 അവയവദാനങ്ങൾ 2016 മെയ് വരെ 114 അവയവദാനങ്ങൾ നടത്തിയിട്ടുണ്ട്. ആദ്യമായി ഹൃദയ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തി, കരൾ മാറ്റിവെക്കുന്ന ശസ്ത്രക്രിയ നടത്തി, വന്ധ്യത ചികിത്സാ സംവിധാനം, ഇന്ത്യയിൽ ആദ്യമായി നവജാത ശിശു സ്ക്രീനിങ് നടത്തുന്ന പരിപാടി, ജീവിതശൈലി രോഗനിയന്ത്രണത്തിന് 7 കർമ്മ പദ്ധതി, നവജാത ശിശു പരിചരണ സൗകര്യം, പബ്ലിക് ഹെൽത്ത് പ്രൊട്ടക്ഷൻ ഏജൻസി, ചേരികളിൽ താമസിക്കുന്നവരുടെ ആരോഗ്യ സംരക്ഷണത്തിനായി ഉഷസ് പദ്ധതി, മാനസിക രോഗികളുടെ പരിചരണത്തിനായി സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വെവ്വേറെ പകൽ വീടുകൾ 14 ജില്ലകളിലും, പാലിയേറ്റീവ് കെയർ സംവിധാനം ആരംഭിച്ചു. അത് 90% പരിപാടി സംസ്ഥാനങ്ങളിലും 90% പഞ്ചായത്തുകളിലും അത് ഇന്ന് നടപ്പിലാക്കി പുതിയതായിട്ട് നടത്തുന്നു. UDF ഭരണകാലത്ത് സർക്കാർ മെഡിക്കൽ കോളേജുകളുടെ വികസനത്തിന് വേണ്ടി 1000 കോടിയിലധികം രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് സർക്കാർ നടത്തിയത്. RCC MCC തിരുവനന്തപുരത്ത് റീജിയണൽ ക്യാൻസർ സെൻ്ററിനെ കേന്ദ്ര സർക്കാരിൻ്റെ സഹായത്തോടെ സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ക്യാൻസർ ആക്കുകയുണ്ടായി. ഇതിലേക്കായി കേന്ദ്ര സർക്കാർ തുകയും അനുവദിച്ചു. തലശ്ശേരി മലബാർ ക്യാൻസർ സെൻ്ററിനെ റീജിയണൽ ക്യാൻസർ സെൻ്ററാക്കി മാറ്റുന്നതിനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചു. പുതിയ മാതൃശിശു ബ്ലോക്കുകൾ, പുതിയ പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങൾ, പുതിയ നഗരാരോഗ്യ കേന്ദ്രങ്ങൾ, അർബൻ ഹെൽത്ത് സെൻ്ററുകൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. കേരളത്തിൽ ആദ്യമായി 80 നഗരാരോഗ്യ കേന്ദ്രങ്ങൾ ആരംഭിച്ചു. ഈ ഗവൺമെൻറ് വന്നിട്ട് 12 മാത്രമാണ് തുടങ്ങിയത്. UDFിൻ്റെ കാലത്ത് 80 അർബൻ ഹെൽത്ത് സെൻ്ററുകൾ തുടങ്ങി. ലാബുകളും സബ് സെൻ്ററുകളും ആരംഭിച്ചു. പുതിയ ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ട് ആൻഡ് റിസർച്ച് സെൻ്റർ അത് കൊച്ചിയിൽ ആരംഭിച്ചു. പമ്പയിലും സന്നിധാനത്തും 15 കോടി രൂപ ചെലവിൽ പുതിയ ആശുപത്രി പ്രവർത്തനം ആരംഭിച്ചു. സന്നിധാനത്ത് 5.5 കോടി രൂപ ചെലവിൽ പുതിയ ആശുപത്രി നിർമ്മിക്കുന്നതിനുള്ള നടപടികൾ പൂർത്തിയായി. അതോടൊപ്പം തന്നെ ആദ്യമായി ഇന്ത്യയിൽ ആയുർവേദം, യോഗ, പ്രകൃതി ചികിത്സ, യുനാനി, സിദ്ധ, ഹോമിയോപ്പതി ഈ ചികിത്സാ സമ്പ്രദായങ്ങൾ ഏകോപിപ്പിച്ചുകൊണ്ട് ആയുഷ് വകുപ്പ് രൂപീകരിച്ചു. ആയുഷ് പോളിസി കൊണ്ടുവന്നു. ആയുർവേദ സൗഹൃദ സംസ്ഥാനമാക്കി മാറ്റി. 941 പഞ്ചായത്തുകളിൽ 5 ഒഴികെ ബാക്കിയുള്ള പഞ്ചായത്തുകളിലെല്ലാം ആയുർവേദ ഡിസ്പെൻസറികൾ UDF ഗവൺമെൻറ് കാലത്ത് സ്ഥാപിച്ചു. 5 പഞ്ചായത്തുകളിൽ മാത്രമാണ് UDF അധികാരം വിട്ടുപോരുമ്പോൾ ആയുർവേദ ആശുപത്രി ഇല്ലാത്തത്. ഈ ഗവൺമെൻറ് 4 കൊല്ലം കൊണ്ട് ഒരു ആയുർവേദ ആശുപത്രിയാണ് ആരംഭിച്ചിരിക്കുന്നത്. പുതിയ 110 ഹോമിയോ ഡിസ്പെൻസറികൾ ആരംഭിച്ചു. 3 ആശുപത്രികൾ സ്ഥാപിച്ചു.
446 പുതിയ തസ്തികകൾ സൃഷ്ടിച്ചു നിയമനം നടത്തി. എല്ലാ ഹോമിയോ ചികിത്സാ കേന്ദ്രങ്ങളിലും പുതിയ പുതിയ ആരോഗ്യ പരിപാടികൾ ആരംഭിച്ചു. അങ്ങനെ നിരവധി പ്രവർത്തനങ്ങൾ ആയുർവേദ ഹോമിയോ തുടർന്നുള്ള ചികിത്സാ മേഖലകളിൽ നടപ്പിലാക്കി. നിരവധി പുരസ്കാരങ്ങൾ ഈ കാലഘട്ടത്തിൽ സർക്കാർ മേഖലയിൽ ഉള്ളതിൽ നേടിയെടുക്കാൻ സാധിച്ചു. കൂടുതൽ ആശുപത്രികൾക്ക് NABH അംഗീകാരം, നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഫോർ ഹോസ്പിറ്റൽസ് ലഭിച്ചു. തൈക്കാട് സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രി, ചേർത്തല താലൂക്ക് ആശുപത്രി, എറണാകുളം ജനറൽ ആശുപത്രി, പാണ്ഡ്യപ്പള്ളി CHS, കോഴിക്കോട് സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രി, RCC, ഐക്കോൺസ് എന്നീ 7 ആശുപത്രികൾ അംഗീകാരം നേടി. ദേശീയ അവാർഡുകളും അംഗീകാരങ്ങളും ആ സമയത്ത് നേടാൻ സാധിച്ചിട്ടുണ്ട്. ഇത് UDF ഗവൺമെൻറ് മറ്റേതിനേക്കാളും കൂടുതൽ പരിഗണന ആരോഗ്യ വകുപ്പിന് നൽകിയ സാഹചര്യം കൊണ്ടാണ് ഈ കാര്യങ്ങൾ ഏറ്റവും നല്ല നിലയിൽ മുമ്പോട്ട് കൊണ്ടുവരാൻ സാധിച്ചത്. ഇവിടെ ഹെൽത്ത് പദ്ധതി ഏറ്റവും നല്ല നിലയിൽ അത് നടപ്പിലാക്കാൻ UDF ഗവൺമെൻറ്റിൻ്റെ കാലത്ത് സാധിച്ചു. പക്ഷേ ഇപ്പോൾ അതുപോലെ നടക്കുന്നുണ്ടോ എന്ന് സ്വയമല്ല അത് ഒന്ന് ആലോചിക്കുന്ന കൊള്ളാം. ആശാ വർക്കേഴ്സിന് UDF ഗവൺമെൻറ് അധികാരത്തിൽ വരുമ്പോൾ ഒരു ഓണറേറിയവും ഇല്ല. 100 രൂപ കൊടുക്കുമെന്ന് ഇടതുമുന്നണി ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ഒരു ബഡ്ജറ്റ് പ്രഖ്യാപനം ഉണ്ടായി, പക്ഷേ അത് കൊടുത്തിരുന്നില്ല. UDF ഗവൺമെൻറ് അവർക്ക് 500 രൂപ ഓണറേറിയം ആദ്യമായിട്ട് ആശാ വർക്കർമാർക്ക് കൊടുത്തു. 26,000-ത്തിലധികം വരുന്ന ആശാ വർക്കർ അവർ ചെയ്യുന്ന ഏറ്റവും നല്ല വർക്കാണ്. അതുകൊണ്ട് തന്നെയാണ് അവർക്ക് അന്ന് വരെ ഇല്ലാതിരുന്ന ഒരു സിസ്റ്റം ഓണറേറിയം കൊടുക്കാൻ തീരുമാനിച്ചു. അതോടൊപ്പം അവർക്ക് വേണ്ടിയുള്ള ഒരു അപകട മരണ ഇൻഷുറൻസും രാജ്യത്ത് ആദ്യമായി കൊണ്ടുവന്നു. 2 ലക്ഷം രൂപ വരെയുള്ള അപകട മരണ ഇൻഷുറൻസും 50,000 രൂപ വരെയുള്ള സ്വാഭാവിക മരണ ഇൻഷുറൻസും നടപ്പിലാക്കി. അതിൽ UDF ഇന്ത്യക്ക് തന്നെ ഒരു മാതൃകയായിട്ടുള്ള സ്റ്റെപ്പാണ് വെച്ചിട്ടുള്ളത്. ഈ UDF വെച്ച ഈ 500 രൂപ അലവൻസിൻ്റെ സ്ഥാനത്ത് ഈ ഗവൺമെൻറ് ആശാ വർക്കേഴ്സിന് 4,500 രൂപയാക്കിയതും 2 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് പരിധി 5 ലക്ഷമാക്കിയതും ഞാൻ സ്വാഗതം ചെയ്യാം. നല്ലതിനെ നല്ലതായിട്ട് പറയും. കാരണം ആരോഗ്യരംഗത്ത് വളരെ അധികം പ്രവർത്തിക്കുന്ന ഒരു വിഭാഗമാണ് ആശാ വർക്കേഴ്സ്. അവർക്ക് UDF ആണ് രാജ്യത്ത് തന്നെ ആദ്യമായിട്ട് ഒരു അംഗീകാരം നൽകി ഇത് തുടങ്ങി വെച്ചത്. അതിന് ഇവർ വർദ്ധിപ്പിച്ച കാര്യത്തെ ഞാൻ സ്വാഗതം ചെയ്യാം. സ്കൂൾ ഹെൽത്ത് പ്രോഗ്രാം 2,500 സ്കൂളുകളിൽ മാത്രമുണ്ടായിരുന്ന സ്കൂൾ ഹെൽത്ത് പ്രോഗ്രാം 13,000 സ്കൂളുകളിലേക്ക് വ്യാപിപ്പിച്ചു. ആരോഗ്യ കേരളം പുരസ്കാരം ഏർപ്പെടുത്തി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഏറ്റവും നല്ല ആരോഗ്യ പദ്ധതി നടപ്പിലാക്കുന്നവർക്ക് അതുണ്ടാക്കി എന്നുള്ളതാണ്. ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. ആരോഗ്യരംഗത്ത് നമുക്ക് വളരെയേറെ കാര്യങ്ങൾ ഇനിയും ചെയ്യാനുണ്ട്. അത് ചെയ്യേണ്ടതായിട്ടുണ്ട്. നമുക്ക് ആരോഗ്യ മേഖലയാണ് ഇന്ന് മറ്റെന്തിനേക്കാളും കൂടുതലായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അത് UDF ഗവൺമെൻറ്റിന് പൂർണ്ണ ബോധ്യത്തോടു കൂടിയാണ് ഈ പദ്ധതികൾക്ക് രൂപം കൊടുത്തതും ആ പദ്ധതികൾ അത് സമയബന്ധിതമായിട്ട് തീർത്തതും. ഞങ്ങൾ പ്രഖ്യാപനങ്ങളല്ലായിരുന്നു, വാഗ്ദാനങ്ങളല്ലായിരുന്നു, യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊള്ളുകയും അതനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുകയും ചെയ്തു. ഇന്ന് ഇന്ത്യക്ക് മാതൃകയായ രീതിയിലാണ് പാലക്കാട് മെഡിക്കൽ കോളേജ്. SC/ST വിഭാഗത്തിന് വേണ്ടി മാത്രം ഒരു മെഡിക്കൽ കോളേജ് ഇന്ത്യയിൽ വേറൊരിടത്തുമില്ല. അതെന്തിനാ? മെഡിക്കൽ കോളേജിൽ റിസർവേഷൻ ഉണ്ടല്ലോ, അത് കിട്ടിയാൽ പോരെ? ശരിയാ. എന്താ വ്യത്യാസം എന്താണെന്നറിയാമോ? 100 കുട്ടികൾ പഠിക്കുന്ന മെഡിക്കൽ കോളേജിൽ റിസർവേഷൻ 10%. പാലക്കാട് മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ കിട്ടുന്നത് 100-ൽ
70 കുട്ടികൾക്കാണ്. എന്താ അവർ ശാസ്ത്രീയ കോളേജ് പോലെ വന്നിട്ട് അതിൻ്റെ 50 മാനേജ്മെൻറ്റ് കോട്ടയാണ്. മാനേജ്മെൻറ്റ് കോട്ടയെന്ന് പറഞ്ഞാൽ SC ST ആണ്. 10% റിസർവേഷൻ അവർക്കുണ്ട്. 10% മാനേജ്മെൻറ്റ് കോട്ട. മാനേജ്മെൻറ്റ് ആരാ? SC ST ആണ്. അപ്പം ഇങ്ങനെ വരുമ്പോൾ 7 മെഡിക്കൽ കോളേജ് ആരംഭിച്ചാൽ കിട്ടുന്ന സീറ്റുകളാണ് പാലക്കാട് മെഡിക്കൽ കോളേജ് കൊണ്ട് മാത്രം ഇന്ത്യയിലെ ഒരു പുതിയ ആശയം നൽകിക്കൊണ്ട് അത് നടപ്പിലാക്കാൻ തീരുമാനിച്ചു. അത് എൻ്റെ കെട്ടിടം പണി പോലും പൂർത്തിയാക്കി അതിൻ്റെ കാര്യങ്ങൾ മുമ്പോട്ട് നീക്കാൻ സാധിച്ചു. ഞങ്ങൾക്ക് അത് അഭിമാനമുള്ളൊരു കാര്യമാണ്. സംസ്ഥാന LDF സർക്കാരിൻ്റെ ഒരു പ്രധാന നേട്ടമായി രോഗങ്ങളെ നേരിടുന്നതും ആരോഗ്യവകുപ്പിൻ്റെ പ്രവർത്തനങ്ങളുമാണ് ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്നത്. നിപ്പ ഉദാഹരണമായി പറയാനുണ്ട്. ഇപ്പോൾ COVID-19 നേരിടുന്നത് ഇതിനെ എങ്ങനെയാണ് അങ്ങ് കാണുന്നത്? ഞാനത് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് ഇന്ന് നമ്മളൊരു വലിയ പ്രവർത്തന രംഗത്താണ് നിൽക്കുന്നത്. അപ്പം ഈ സമയത്ത് ഇതിനകത്തെ കുറിച്ചുള്ള പോരായ്മയോ വിമർശനമോ ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. അത് കഴിയുമ്പോൾ പറയാൻ സാധിക്കും, വിലയിരുത്താൻ സാധിക്കും. ഇപ്പോൾ ഞങ്ങൾക്കുള്ള നിർദ്ദേശങ്ങൾ ഞങ്ങൾ യഥാസമയം മുഖ്യമന്ത്രിയുടെയും ആരോഗ്യമന്ത്രിയുടെയൊക്കെ ശ്രദ്ധയിൽപ്പെടുത്തുന്നുണ്ട്. അത് എവിടെ ചർച്ചയ്ക്ക് വിളിച്ചാലും പോകും, ഏത് ചർച്ചയിലും പങ്കാളികളാകും, നിർദ്ദേശങ്ങൾ വെക്കും. ആ രീതിയിലുള്ള പരിപാടികളാണ്. കഴിഞ്ഞ UDF സർക്കാരിൻ്റെ കാലത്തെ പ്രവർത്തനങ്ങളാണ് ബഹുമാന്യ ശ്രീ ഉമ്മൻചാണ്ടി സാറിനെ സൂചിപ്പിച്ചത്. കഴിഞ്ഞ ഗവൺമെൻറ് കാലത്ത് ഏറ്റവും മുന്തിയ പരിഗണന ആരോഗ്യ മേഖലയ്ക്ക് കൊടുത്തതുകൊണ്ടാണ് ഇത്രയധികം പദ്ധതികൾ നമുക്ക് നടപ്പിലാക്കുന്നത്. ഇന്ന് ഈ കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ മരണനിരക്ക് ഏറ്റവും കുറഞ്ഞതായി നമ്മുടെ സംസ്ഥാനത്ത് നമുക്ക് ആ ഒരു സാഹചര്യം ഉണ്ടാക്കുവാൻ കഴിഞ്ഞത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ UDF ഗവൺമെൻറ് കാലത്ത് റൈറ്റ് ടു ഹെൽത്ത് എന്ന ഒരു ആശയം മുന്നിൽ വെച്ചുകൊണ്ടാണ് എല്ലാവർക്കും സൗജന്യമായ ചികിത്സ ലഭ്യമാക്കുക എന്നുള്ള ഒരു കൺസെപ്റ്റോട് കൂടിയുള്ള പ്രവർത്തനങ്ങളാണ് നമ്മൾ ഏറ്റെടുത്തത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ LDF ഗവൺമെൻറ് 2010-11 സ്ഥാനം ഒഴിയുമ്പോഴുള്ള ബഡ്ജറ്റിൽ 166 കോടി രൂപയായിരുന്നു എങ്കിൽ ഇവിടെ സാർ പറഞ്ഞതാണ് UDF 665 കോടിയുടെ 4 ഇരട്ടി ബഡ്ജറ്റ് വീതം വർദ്ധിപ്പിച്ചു. UDF ഗവൺമെൻറ് അധികാരത്തിന് പുറത്തു പോകുന്ന സമയത്ത് അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അവതരിപ്പിച്ച ബഡ്ജറ്റിൽ 1300 കോടി രൂപ. അപ്പോൾ ഏകദേശം 8-9 ഇരട്ടി ബഡ്ജറ്റ് വിഹിതം നൽകിക്കൊണ്ടാണ് UDF ഗവൺമെൻറ് അന്ന് അധികാരത്തിന് പുറത്തു പോകും. അത്രയധികം പ്രാധാന്യം നമ്മൾ കൊടുത്തിട്ടുണ്ട്. 3000 കോടിയോളം രൂപ NABH നാഷണൽ ഹെൽത്ത് മിഷൻ്റെ പ്രോജക്റ്റുകൾ നടത്തും. അതിനുപരിയായിട്ടാണ് ഈ മെഡിക്കൽ കോളേജുകളുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തിയത്. അപ്പോൾ അതിൻ്റെ പശ്ചാത്തലത്തിൽ മരുന്ന് വിതരണം സൗജന്യമായി, അതുപോലെ തന്നെ ഈ ട്രിനിറ്റി ഓഫ് ഹെൽത്ത് എന്ന് ഞാൻ സൂചിപ്പിച്ചതുപോലെ ഹ്യൂമൻ റിസോഴ്സസ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് എല്ലാ ആശുപത്രികളും തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജ് മുതൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് വരെ ആയിരക്കണക്കിന് കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ ആ കാലഘട്ടത്തിൽ നടത്തി. അത് നമ്മൾ ഇതിനകത്ത് സൂചിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മെഡിക്കൽ കോളേജുകളുടെ കാര്യം, മെഡിക്കൽ കോളേജ് ഇവിടെ കേരളത്തിൽ ഇവിടെ സൂചിപ്പിച്ചതുപോലെ മെഡിക്കൽ കോളേജ് എല്ലാ ജില്ലകളിലും ഓരോ മെഡിക്കൽ കോളേജ് ആരംഭിക്കണം എന്ന് നമ്മൾ തീരുമാനിച്ചത് കേരളത്തെ ഒരു മെഡിക്കൽ വിദ്യാഭ്യാസത്തിൻ്റെ ഹബ്ബാക്കി മാറ്റുക. അതാണ് നമ്മൾ ഉദ്ദേശിച്ചത്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഏറ്റവും വിദഗ്ധമായ ചികിത്സ അത് എല്ലാ ജില്ലകളിലും എത്തിക്കുവാൻ കഴിയുക എന്നുള്ളതാണ്. ഇപ്പോൾ തിരുവനന്തപുരത്ത് പുതിയൊരു മെഡിക്കൽ കോളേജ് നമ്മൾ തുടങ്ങി. ഏറ്റവും ദുഃഖകരമായ ഒരു സാഹചര്യമാണ് അതിനുള്ളത്. കാരണം മെഡിക്കൽ കോളേജ് 1,38,000 സ്ക്വയർ ഫീറ്റ് കെട്ടിടം നിർമ്മാണം പൂർത്തീകരിച്ച് 140 പോസ്റ്റ് പ്രിൻസിപ്പൽ, സൂപ്രണ്ട്, പോസ്റ്റ് പാരാമെഡിക്കൽ സ്റ്റാഫിനെ നിയമിച്ച് ആൾ ഇന്ത്യ മെഡിക്കൽ കൗൺസിൽ വന്ന് അംഗീകാരം നൽകി, കേന്ദ്ര ഗവൺമെൻറ് അംഗീകാരം നൽകി. ആ മെഡിക്കൽ കോളേജിൽ നിന്ന് നടന്നിരുന്നു എങ്കിൽ ഇവിടെ പറഞ്ഞൊരു കാര്യമുണ്ട്. ഒന്ന്,
കോവിഡിൻ്റെ ഒരു സെൻ്ററായിട്ട് നമുക്ക് മാറ്റാം. മറ്റ് രോഗികൾക്ക് ബുദ്ധിമുട്ട് വരില്ല. ഇന്നത്തെ മെഡിക്കൽ കോളേജിൽ മറ്റ് ചികിത്സയൊന്നും നടക്കുന്നില്ല, ജനറൽ ആശുപത്രിയിലും ചികിത്സ നടക്കുന്നില്ല. മറ്റൊന്ന്, ഏറ്റവും നല്ല 400 കുട്ടികൾക്ക് ഇപ്പോൾ സർക്കാർ ഫീസിൽ ഇപ്പോൾ ആ മെഡിക്കൽ കോളേജ് ഇപ്പോൾ പഠിക്കാമായിരുന്നു. 4 വർഷമാകുകയാണ്. അപ്പോൾ 400 കുട്ടികളുടെ MBBS പഠനം 25,000 രൂപയ്ക്ക് SC/ST കുട്ടികൾക്ക് സൗജന്യ വിദ്യാഭ്യാസം. എന്ത് കാരണത്തിലാണ് ഗവൺമെൻറ് അതിനെ ഈ നിർത്തലാക്കിയെന്നുള്ളതിനെക്കുറിച്ച് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. എല്ലാ സംസ്ഥാന തലസ്ഥാനങ്ങളിലും 3-4 മെഡിക്കൽ കോളേജുകൾ ചെന്നൈയിലുണ്ട്, ബോംബെയിലുണ്ട്, ഹൈദരാബാദിലുണ്ട്, ബാംഗ്ലൂരുണ്ട്. ഇപ്പോൾ തിരുവനന്തപുരത്ത് 4-5 ലക്ഷം ജനങ്ങൾ ഉണ്ടായിരുന്ന ഒരു സാഹചര്യത്തിൽ നിന്നും ഇന്ന് എത്ര ലക്ഷം ജനങ്ങളുണ്ടായി? കന്യാകുമാരി ജില്ലയുടെയും തിരുവനന്തപുരത്ത് തെക്കൻ കേരളത്തിൻ്റെയും ചികിത്സ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ മാത്രം ആശ്രയിച്ച് നിൽക്കുകയാണ്. 4000-5000 OP ആണ് ഇന്നത്തെ മെഡിക്കൽ കോളേജിലുള്ളത്. ആ ജനങ്ങൾക്കിപ്പോൾ ഒരു സ്കാൻ ചെയ്യണം, എത്ര മാസം കാത്തിരിക്കണം? MRI സ്കാൻ എടുക്കണം, എത്ര മാസം കാത്തിരിക്കണം? അപ്പോൾ പുതിയൊരു മെഡിക്കൽ കോളേജ് വരുമ്പോൾ കുട്ടികൾക്ക് പഠിക്കാം, അതോടൊപ്പം അവിടെ ഏറ്റവും നല്ല ചികിത്സ, വിദഗ്ധ ചികിത്സ ലഭ്യമാക്കുക എന്നുള്ളതാണ്. അതോടൊപ്പം മറ്റൊരു കാര്യം, ഈ റൂറൽ മേഖലയിൽ പത്തനംതിട്ടയിൽ മെഡിക്കൽ കോളേജ് നമ്മൾ തുടങ്ങുന്നതിനുള്ള കാരണം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തീരുമാനിച്ചത്, ഗവൺമെൻറ് തീരുമാനിച്ചത്, ആളുകൾക്ക് വിദഗ്ധ ചികിത്സയുടെ കോട്ടയത്ത് പോകണം. എന്ത് ബുദ്ധിമുട്ടായിരുന്നു. വയനാട് മെഡിക്കൽ കോളേജ് നിങ്ങൾ തീരുമാനിച്ചത് കോഴിക്കോട് പോകണം. അപ്പോൾ അന്ന് 50 ഏക്കർ സ്ഥലം നമുക്ക് സൗജന്യമായി ലഭ്യമായി, തറക്കല്ലിട്ടു. 800 കോടി 900 കോടിയുടെ പ്രോജക്റ്റ് തയ്യാറാക്കി നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചു. ഈ ഗവൺമെൻറ് ഇതുവരെ ഒന്നും തുടങ്ങിയിട്ടില്ല. കാസർഗോഡ് മെഡിക്കൽ കോളേജ് തുടങ്ങാത്തതിൻ്റെ പശ്ചാത്തലത്തിൽ 12 ജീവനുകളാണ്, കോവിഡിൻ്റെ മാത്രമല്ല, 12 പേരുടെ മറ്റ് രോഗങ്ങൾ ബാധിച്ച് കർണാടകത്തിൽ പോകാൻ കഴിയാത്തതുകൊണ്ട് 12 ജീവനുകൾ നമുക്ക് നഷ്ടപ്പെട്ടു. ആ മെഡിക്കൽ കോളേജ് പൂർത്തീകരിച്ചിരുന്നുവെങ്കിൽ ആ ജീവൻ നമുക്ക് അവരെ നമുക്ക് രക്ഷിക്കാമായിരുന്നൊരു സാഹചര്യമായിരുന്നു. അപ്പോൾ എല്ലാ ജില്ലകളിലും മെഡിക്കൽ കോളേജ് കൊണ്ടുവരിക എന്ന് പറയുമ്പോൾ അതിന് ഈ ഗവൺമെൻറ് ആത്മാർത്ഥമായിട്ടുള്ള ഒരു സമീപനം കാണിക്കുന്നില്ല എന്നുള്ളത് എന്തുകൊണ്ടത് മനസ്സിലാകുന്നില്ല. അപ്പോൾ ഈ പ്രതിസന്ധി ഘട്ടത്തിൽ ഗവൺമെൻറ് അത് മനസ്സിലായിട്ടുണ്ട്. ഈ മെഡിക്കൽ കോളേജുകൾ ആരംഭിച്ചിരുന്നു എങ്കിൽ ഇപ്പോൾ പാരിപ്പള്ളി മെഡിക്കൽ കോളേജും അതുപോലെ തന്നെ നമ്മുടെ കണ്ണൂർ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ക്യാബിനറ്റ് തീരുമാനിച്ചിരുന്നതാണെന്ന് അത് ഏറ്റെടുക്കണം എന്നുള്ള തീരുമാനിച്ചു. പാരിപ്പള്ളി മെഡിക്കൽ കോളേജിന് നടപടിക്രമങ്ങൾ ഏകദേശം 50% പൂർത്തീകരിച്ചിരുന്നതുമാണ്. അപ്പോൾ ആ മെഡിക്കൽ കോളേജുകളുടെ നിർമ്മാണം ഈ ഗവൺമെൻറ് വളരെ ഗൗരവത്തോടു കൂടി കാണാത്തത് കൊണ്ടുള്ള പ്രതിസന്ധികൾ ഇപ്പോൾ ഈ കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. തിരുവനന്തപുരം ജനറൽ ആശുപത്രി നേരെ ചികിത്സ നടക്കുന്നില്ല. 10, 50, 60 ഹൃദ്രോഗികളായിട്ടുള്ള ആളുകൾ വന്ന് ചികിത്സ കിട്ടാതെ പോകുന്നു. അവിടെ മറ്റ് സൗകര്യങ്ങളില്ലാത്തത് കൊണ്ട് മെഡിക്കൽ കോളേജ് അടച്ചിട്ടിരുന്നത് ഈ കോവിഡിൻ്റെ ചികിത്സ മാത്രമാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു പശ്ചാത്തലം. മറ്റൊരു കാര്യം ഇവിടെ ബഹുമാനപ്പെട്ട മുൻ മുഖ്യമന്ത്രി ചൂണ്ടിക്കാണിച്ചത്, കഴിഞ്ഞ ഗവൺമെൻറ് കാലത്ത് ഉണ്ടായിരുന്ന സൗജന്യ ചികിത്സാ പദ്ധതികളല്ലാതെ ഒരു പദ്ധതി ഈ ഗവൺമെൻറ് ആരംഭിച്ചിട്ടില്ല. ഏറ്റവും പ്രധാനപ്പെട്ട കാരുണ്യ ചികിത്സാ പദ്ധതിയാണ്. ലോട്ടറി തുടങ്ങി അതോടെ സൂചിപ്പിക്കേണ്ട ഒരു കുഞ്ഞ് ജനിച്ചാൽ വാർദ്ധക്യം വരെയുള്ള കാലഘട്ടത്തിൽ എല്ലാ ചികിത്സയും സൗജന്യമാണ്. അതോടെ പറഞ്ഞ അമ്മയും കുഞ്ഞും പദ്ധതി ആയിരുന്നാലും ആരോഗ്യകിരണം പദ്ധതി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ അടുത്ത കാലത്ത് 2-3 മാധ്യമങ്ങളിൽ ഒരു വാർത്ത വന്നു. 18 വയസ്സായ ഒരു കുട്ടിക്ക് 25 ലക്ഷം രൂപ വേണം, ചികിത്സിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ ആ വാർത്ത വന്നപ്പോൾ ഞാൻ മുഖ്യമന്ത്രി കത്തയച്ചു. ഈ ആരോഗ്യകിരണം പദ്ധതി ഉണ്ട് കേരളത്തിൽ, ഞങ്ങൾ കൊണ്ടുവന്ന പദ്ധതി. ആ പദ്ധതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 18 വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും എല്ലാ ചികിത്സയും APL BPL വ്യത്യാസമില്ലാത്ത സൗജന്യ ചികിത്സയാണ്. എത്ര ലക്ഷം രൂപയാണ്, ലിമിറ്റില്ല, പരിധിയില്ലാത്ത ചികിത്സയാണ് ഞങ്ങൾ ഇതെല്ലാം കൊടുത്തുകൊണ്ടിരുന്നത്. അമൃതമാരോഗ്യം പദ്ധതി എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് പ്രഷർ, ഷുഗർ, ഹൃദ്രോഗം ഇതുപോലെയുള്ള രോഗങ്ങൾക്ക് 1000-കണക്കിന് രൂപയാണ് മാസം ഞങ്ങൾ കൊടുത്തുകൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് ഒരു പരിധിവരെയെങ്കിലും ഇപ്പോൾ കോവിഡിൻ്റെ മരണസംഖ്യ ഉയരുന്നത്. എന്തുകൊണ്ടാണ്? പലപ്പോഴും മറ്റ് രോഗങ്ങളുള്ളവർ കോവിഡ് വരുമ്പോഴാണ് കോവിഡിൻ്റെ മരണസംഖ്യ ഉയരുന്നത്. ഈ പദ്ധതി, അമൃതമാരോഗ്യം പദ്ധതി തുടങ്ങിയത് കൊണ്ട് മാത്രമാണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈ അത്തരത്തിലുള്ള രോഗത്തെ പ്രതിരോധിക്കുന്നതിന് ഈ മരുന്നിൻ്റെ വിതരണം, ആ സപ്ലൈ, അത് നമ്മളെ ഉപകരിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. സുഹൃതം പദ്ധതി 35 ലക്ഷത്തോളം വരുന്ന കേരളത്തിലെ BPL-കാരായിട്ടുള്ള പാവപ്പെട്ട ആളുകൾക്ക് ക്യാൻസർ ചികിത്സ സൗജന്യം. എത്ര ലക്ഷം രൂപയാണെങ്കിലും ക്യാൻസർ ചികിത്സ സൗജന്യമാണ്. ആ പദ്ധതി ഇപ്പോൾ നിർത്തിയിരിക്കുക. അത് ഇൻഷുറൻസ് സ്കീമിലേക്ക് കൊണ്ടുവരുന്നു എന്ന് പറയും. ഇൻഷുറൻസ് സ്കീമിൽ കൊണ്ടുവന്നാൽ എത്ര ലിമിറ്റില്ലേ? 4 ലക്ഷം അല്ലെങ്കിൽ 5 ലക്ഷം. അത് കഴിഞ്ഞാൽ ഈ പാവപ്പെട്ട ആളുകൾ എന്ത് ചെയ്യും? അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് കാരുണ്യ പദ്ധതി പോലെ ഇതുപോലെയുള്ള പദ്ധതികൾ നിർത്തലാക്കരുത് എന്നുള്ള ഒരു സാഹചര്യം ഞങ്ങൾ പറഞ്ഞത് അതുപോലെയാണ്. ഇപ്പോൾ കാരുണ്യ
ഇത് കാരുണ്യവുമായി ബന്ധപ്പെട്ട ഫാർമസികൾ തുടങ്ങി. 51 ഫാർമസി കഴിഞ്ഞ ഗവൺമെൻറ് കാലത്ത് തുടങ്ങി. 95% മുതൽ 5% മുതൽ 95% വരെ സൗജന്യം, പിന്നെ വില കുറവാണ് ക്യാൻസർ രോഗ മരുന്നുകൾക്കും മറ്റുമൊക്കെ. അതിപ്പോൾ ഈ ഗവൺമെൻറ് ആകപ്പാടെ തുടങ്ങിയ 19 അപ്പോൾ ഇവിടെ പറഞ്ഞു ഈ പിന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യം. പുതിയ പദ്ധതി ഈ ഗവൺമെൻറ്റിൻ്റെ കാലഘട്ടത്തിൽ ഇവർ പറയുന്ന പദ്ധതികൾ മുഴുവൻ യഥാർത്ഥത്തിൽ ആരംഭിച്ചുള്ള ബഹുഭൂരിപക്ഷവും UDF ഗവൺമെൻറ് കാലത്ത്. മൃതസഞ്ജീവനി പദ്ധതി 2012 UDF സർക്കാർ ഈ പദ്ധതി ആരംഭിച്ചു. ഇവിടെ മുൻ മുഖ്യമന്ത്രി സൂചിപ്പിച്ചതുപോലെ 2016 മെയ് വരെ 114 അവയവദാനങ്ങൾ എന്ന് പറഞ്ഞാൽ 114 അവയവദാനങ്ങൾ ആളുകളിൽ നിന്ന് ആളുകളെയാണ് പറഞ്ഞത്. 700ഓളം അവയവങ്ങൾ മാറ്റിവെച്ചു ആ കാലഘട്ടത്തിൽ. ഈ ഗവൺമെൻറ് വന്നിട്ട് ഇതുവരെ 200-230 അവയവങ്ങൾ മാറ്റിവെക്കലാണ് നടന്നിരിക്കുന്നത്. ഒരു ചികിത്സാ രംഗത്തൊരു അടുത്തൊരു ഘട്ടത്തിലേക്ക് മരുന്നുകൾ പ്രയോജനപ്പെടില്ല, അവയവങ്ങൾക്ക് കേടുവരുന്നു എന്ന് പറയുമ്പോഴാണ് കഴിഞ്ഞ ഗവൺമെൻറ് മൃതസഞ്ജീവനി പദ്ധതി നമ്മൾ തുടങ്ങിയത്. ആ പദ്ധതി വളരെ കാര്യക്ഷമമായി മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ ഗവൺമെൻറ്റിന് കഴിയുന്നില്ല എന്നുള്ള ഇടയ്ക്ക് നിർത്തിവെച്ചിരുന്നു. ഇപ്പോൾ ബഹുമാനപ്പെട്ട നമ്മുടെ പ്രിയപ്പെട്ട മോഹൻലാലിനെയൊക്കെ ബ്രാൻഡ് അംബാസഡറായിട്ട് വെച്ചുകൊണ്ട് ആ പ്രവൃത്തി കൂടുതൽ കാര്യക്ഷമമായി ഗവൺമെൻറ് മുന്നോട്ട് കൊണ്ടുപോകണമെന്നുള്ളതാണ്. ഹൃദയം മാറ്റ ശസ്ത്രക്രിയ കോട്ടയം മെഡിക്കൽ കോളേജിൽ അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അദ്ദേഹത്തിൻ്റെ പ്രത്യേക താല്പര്യപ്രകാരമാണ് 2015 സെപ്റ്റംബർ 16 കോട്ടയം മെഡിക്കൽ കോളേജ് ഹൃദയ ശസ്ത്രക്രിയ നമ്മൾ ആരംഭിച്ചതിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നു. കരൾമാറ്റ ശസ്ത്രക്രിയ ഈ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കരൾമാറ്റ ശസ്ത്രക്രിയയ്ക്ക് വേണ്ടി 7 കോടി രൂപ കൊടുത്ത് ഡോക്ടർമാർക്ക്, പാരാമെഡിക്കൽ സ്റ്റാഫിന് എല്ലാവർക്കും പിന്നെ അതിൻ്റെ പരിശീലനം നൽകി ഒരു ഓപ്പറേഷൻ കഴിഞ്ഞതാണ്. പക്ഷേ ആ കരൾമാറ്റ ശസ്ത്രക്രിയ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ആ യൂണിറ്റ് പൂട്ടിയിരിക്കുകയാണ് ഈ ഗവൺമെൻറ്. ഈ ഗവൺമെൻറ്റിനോട് അഭ്യർത്ഥിക്കാനുള്ള ഒരു കരൾമാറ്റ ശസ്ത്രക്രിയ നടത്തണമെങ്കിൽ പ്രൈവറ്റ് ആശുപത്രിയിൽ എത്ര ലക്ഷം രൂപ വേണം? 10-25 ലക്ഷം രൂപ വേണം. 2-3 ലക്ഷം രൂപ കൊണ്ട് ഈ അല്ലെങ്കിൽ 4-5 ലക്ഷം രൂപ കൊണ്ട് ഒരു കരൾമാറ്റ ശസ്ത്രക്രിയ നടത്താം. ആ യൂണിറ്റ് പൂട്ടിയിട്ടിരിക്കുകയാണ്. അസംബ്ലിയിൽ തന്നെ പല പ്രാവശ്യവും പറഞ്ഞു. ആ കരൾമാറ്റ ശസ്ത്രക്രിയ ഈ മൃതസഞ്ജീവനി പദ്ധതിയുടെ പേരിൽ കഴിഞ്ഞ ഗവൺമെൻറ് ആരംഭിച്ചത് പുനരാരംഭിക്കുവാൻ ഈ കാര്യത്തിൽ ഗവൺമെൻറ് ശ്രദ്ധയുണ്ടാകണം. അതുപോലെ മറ്റ് പദ്ധതികളിൽ കൂടെ സൂചിപ്പിച്ചാണ് ആ കാര്യങ്ങളൊന്നും ഞാൻ വിശദമായി പറഞ്ഞു പോകാൻ ആഗ്രഹിക്കുന്നില്ല. എന്തായിരുന്നാലും വളരെയധികം പ്രവർത്തനങ്ങൾ നടത്തിയതിൻ്റെ പശ്ചാത്തലത്തിലാണ് കഴിഞ്ഞ ഗവൺമെൻറ് കാലത്ത് ഇന്ത്യയിൽ ആരോഗ്യരംഗത്ത് ഏറ്റവും മുൻപന്തിയിൽ എത്തിച്ചേരാൻ നമുക്ക് കഴിഞ്ഞു. 76.55 സ്കോർ. ഇപ്പോൾ നീതി ആയോഗിൻ്റെ രേഖപ്രകാരം 74.01 എന്ന് കുറഞ്ഞ സ്കോറാണ്. പക്ഷേ 2ാം സ്ഥാനത്ത് നിൽക്കുന്ന പല സംസ്ഥാനങ്ങൾ വളരെ താഴെ ആയതുകൊണ്ട് നമ്മൾ 1ാം സ്ഥാനത്ത് നിൽക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ പ്രവർത്തനങ്ങളിൽ വളരെ അടിസ്ഥാനപരമായി കേരളത്തിലെ ആരോഗ്യരംഗത്ത് കഴിഞ്ഞ സംസ്ഥാന രൂപീകരണത്തിന് ശേഷം വ്യക്തതയോടുകൂടി പദ്ധതികൾ ആവിഷ്കരിച്ച് ഏറ്റവും പ്രാധാന്യം നൽകിയത് കൊണ്ടാണ് ഇത്തരത്തിൽ കാര്യങ്ങൾ നമുക്ക് ആരോഗ്യ മേഖലയിൽ ഇന്ന് വെല്ലുവിളികളെ അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുന്നത് എന്നുള്ള കാര്യം ഈ അവസരത്തിൽ ഞാൻ സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. മറ്റൊരു കാര്യം ഇവിടെ പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നത്, നമ്മുടെ ഇന്നലെ ഈ ഒരു കാര്യം കൂടെ, കാരുണ്യ ഫാർമസി 51 UDFൻ്റെ കാലത്ത് തുടങ്ങി, LDF 19. അർബൻ PSC സെൻറ്റർ 80 തുടങ്ങി, ഒരു 10 ഇതുവരെ തുടങ്ങിയിട്ട്. ഹോമിയോ ഡിസ്പെൻസറികൾ 110 UDFൻ്റെ കാലത്ത് തുടങ്ങി, ഇപ്പോൾ 8 ഇതുവരെ തുടങ്ങി. അവിടെ ഡോക്ടർമാരെ നിയമിച്ചിട്ടില്ല. ആയുർവേദ സെൻ്ററാക്കി കേരളത്തെ മാറ്റി എന്ന് പറഞ്ഞ് എല്ലാ പഞ്ചായത്തുകളിലും ആയുർവേദ ഡിസ്പെൻസറികൾ നമ്മൾ കൊണ്ടുവന്നു. ഈ ഗവൺമെൻറ് ഒരു ആയുർവേദ ഡിസ്പെൻസറിയാണ് കൊണ്ടുവന്നത്. അപ്പോൾ ഈ കാര്യങ്ങൾ ഒന്ന് വിശദീകരിക്കുക എന്നുള്ളതാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇവിടെ ചെയ്തത്. മറ്റൊരു കാര്യം എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, ഈ തിരുവനന്തപുരം നഗരത്തിൽ ഇന്നലെ ഉണ്ടായ വെള്ളപ്പൊക്കം, ഇത് യാതൊരു മുന്നറിയിപ്പുമില്ല. ഗവൺമെൻറ് തിരുവനന്തപുരം തലസ്ഥാന നഗരിയിലെ ജനങ്ങളെ കൊലയ്ക്ക് കൊടുക്കുന്നതിലേക്ക് വേണ്ടി എടുത്ത ഒരു നടപടിയാണെന്ന് പറയാതിരിക്കാൻ വയ്യ. ഗുരുതരമായ ഒരു വീഴ്ചയാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. കാരണം ഈ അരുവിക്കര ഡാം തുറന്നുവിടുകയാണ്. അരുവിക്കര ഡാം രാത്രി 2 മണിക്ക് തുറന്നുവിടുന്നു. ആർക്കും ഒരു മുന്നറിയിപ്പ് കൊടുത്തിട്ടില്ല. ഈ ചെറ്റക്കുടിലുകളിൽ ഈ കിള്ളിയാറിൻ്റെയും കരമനയാറിൻ്റെയും നദീതീരത്ത് താമസിക്കുന്ന ആളുകൾ വെള്ളം കയറിയാൽ എന്തായിരിക്കും സ്ഥിതി? മഹാഭാഗ്യം കൊണ്ടാണ് തിരുവനന്തപുരത്തെ ആളുകൾ രക്ഷപ്പെട്ടത്. എല്ലാ പ്രദേശത്തും ഇവിടെ അരുവിക്കര ഡാം തുറന്നു എന്ന് പറഞ്ഞു. ഞാൻ അന്വേഷിച്ചപ്പോൾ അരുവിക്കര ഡാമിൽ നെടുമങ്ങാടും അരുവിക്കരയും മഴ പെയ്തു. അരുവിക്കരയും മഴ പെയ്തപ്പോൾ അവിടെ വെള്ളം കയറി. രാത്രി ആരോ വിളിച്ച് പറഞ്ഞ് തുറന്നു വിടാൻ പറഞ്ഞു. 5 ഷട്ടറുകളും തുറന്നു വിട്ടു. 5 ഷട്ടറുകളും തുറന്നു വിട്ടു. ഇത് അവർക്ക് അത്യാവശ്യമാണ് എങ്കിൽ എന്താ ചെയ്യേണ്ടത്? 1-2 ഷട്ടറുകൾ ചെറുതായി തുറന്നു വിട്ട്
രാവിലെയായി ആളുകൾക്ക് ഇൻഫർമേഷൻ കൊടുത്ത് പോലീസ് അറിയിച്ച് പത്രക്കാരെ അറിയിച്ച് അല്ലേ ചെയ്യേണ്ടത്? ഇത് 5 ഷട്ടറുകൾ ഒന്നിച്ചു തുറന്നു വിട്ട് ഈ തിരുവനന്തപുരം നഗരത്തെ മുഴുവൻ 4 അടി 5 അടി വെള്ളം വീടുകളിൽ കയറി. ആളുകൾക്ക് ആഹാരമില്ല, കഴിക്കാൻ ആഹാരമില്ല, അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ കഴിയുന്നില്ല. ഇത്രയും ഗുരുതരമായ വീഴ്ച ഈ ഗവൺമെൻറ് ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നതിനെക്കുറിച്ച് അന്വേഷിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇനി ഇത് ആവർത്തിക്കാൻ പാടില്ല. ഈ കരമനയാറ് മുഴുവൻ നിറഞ്ഞ് കവിഞ്ഞ് അതിങ്ങനെ കിള്ളിയാറിലോട്ട് കയറി. ഈ ഡാം കൂടെ തുറന്നു വിട്ട പശ്ചാത്തലത്തിൽ നെടുമങ്ങാടും അരുവിക്കരയും പെയ്ത മഴയെല്ലാം കൂടെ വന്നിട്ട് കിള്ളിയാറിൻ്റെ 2 സൈഡും കരമനയാറിൻ്റെ 2 സൈഡും നഗരപ്രദേശങ്ങൾ മുഴുവൻ പ്രദേശങ്ങളിലും ഇത്രയും അപകടകരമായ ഒരു സ്ഥിതിവിശേഷം തിരുവനന്തപുരത്തിൻ്റെ ചരിത്രത്തിൽ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിട്ടില്ല. ഇതിന് ഉത്തരവാദികളായിട്ടുള്ള ആ കാര്യത്തെക്കുറിച്ച് ആരാണ് ഉത്തരവാദി എന്നുള്ളതിനെക്കുറിച്ച് പരിശോധിക്കണം. ലക്ഷക്കണക്കിന് ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കുവാൻ ഉത്തരവാദപ്പെട്ട അധികാരികൾ ഇത്തരത്തിലൊരു സാഹചര്യം സൃഷ്ടിച്ചതിനെക്കുറിച്ച് വിശദമായി അന്വേഷിച്ച് നടപടി സ്വീകരിക്കണമെന്നുകൂടെ ഞാൻ ഈ അവസരത്തിൽ സർക്കാരിനോട് അഭ്യർത്ഥിക്കുകയാണ്. ഈ സർക്കാരിന്റെ പ്രവർത്തനം അവരവരെ രീതിയിൽ പറയുന്നത് സാർ പറഞ്ഞു. ഈ 4 വർഷത്തെ പ്രതിപക്ഷത്തിന്റെ പ്രവർത്തനത്തെ എങ്ങനെയാണ് താങ്കൾ? 4 വർഷത്തെ പ്രതിപക്ഷത്തിന്റെ പ്രവർത്തനത്തെ എങ്ങനെയാണ്? അങ്ങനെ ഒരു വിലയിരുത്തലിൻ്റെ ചോദ്യം എന്നോട് ചോദിക്കേണ്ട ആവശ്യം വരുമല്ലോ. പ്രതിപക്ഷം വളരെ സജീവമായിട്ട് ആളുടെ പ്രവർത്തനമാണ്. പിന്നെ പലപ്പോഴും താരതമ്യപ്പെടുത്തുന്ന മാർക്സിസ്റ്റ് പാർട്ടി ഇടതുപക്ഷം പ്രതിപക്ഷത്തിരിക്കുമ്പോഴത്തെ പ്രവർത്തനവും കോൺഗ്രസും UDF അധികാരത്തിരിക്കുന്ന പ്രവർത്തനവും തമ്മിലാണ്. പ്രതിപക്ഷത്തിരിക്കുമ്പോഴത്തെ പ്രവർത്തനവും അത് താരതമ്യപ്പെടുത്തിയിട്ട് കാര്യമില്ല. ഞങ്ങൾ തല്ലിപ്പൊളിച്ച് പൊതുമുതലും നശിപ്പിച്ച് ആവശ്യമില്ലാത്ത സമരങ്ങളും നടത്തി എല്ലാവരെയും കേസിൽ പ്രതിയാക്കി പോകണം എന്നുള്ള അതാണ് പ്രതിപക്ഷം എന്ന് ഞങ്ങൾ ധരിക്കുന്നില്ല, ചെയ്യുന്നില്ല. അപ്പം പ്രതിപക്ഷം എന്ന് പറഞ്ഞാൽ പ്രതിപക്ഷത്തിന് ഭരണഘടനാപരമായ ചില ബാധ്യതകളും ഉത്തരവാദിത്തങ്ങളും ഉണ്ട്, ജനങ്ങളോട് ഉത്തരവാദിത്തമുണ്ട്. അത് നിറവേറ്റും. അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് വേറെ യാതൊരു പ്രശ്നവുമില്ല. ഞാൻ മുഖ്യമന്ത്രി ആയിരുന്ന സമയത്ത് എൻ്റെ നെഞ്ചത്ത് കല്ലടി തെറിഞ്ഞു. അതാണ് പ്രതിപക്ഷ പ്രവർത്തനമെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ മോശമാണെന്ന് പറയാം. അല്ലെങ്കിൽ ഒരു ജനാധിപത്യ ശൈലി ഉൾക്കൊണ്ടുകൊണ്ട് കോൺഗ്രസിനും UDFനും യോജിക്കുന്ന രാഷ്ട്രീയ പരിപാടികളും ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന ഇത് വെച്ച് നോക്കിയാൽ പ്രതിപക്ഷം ഏറ്റവും നല്ല നിലയിലാണ് ശ്രീ രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ പോകുന്നത്. അതൊക്കെ ജനങ്ങളല്ലേ തീരുമാനിക്കേണ്ടത്. ഇതൊക്കെ പാർലമെന്റ് തിരഞ്ഞെടുപ്പിന് മുമ്പ് ഒത്തിരി കേട്ടതല്ലേ, കുറേയൊക്കെ നിങ്ങൾ എഴുതിയതല്ലേ. എല്ലാവരും ഇല്ല, എന്നാലും കുറേ എഴുതിയല്ലോ. വലിയ വിജയം എന്നൊക്കെ പറഞ്ഞിട്ട് എന്തായി പാർലമെന്റ് തിരഞ്ഞെടുപ്പ്? മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നവർക്ക് കോവിഡ് സ്ഥിരീകരിക്കുന്ന തോത് കൂടുകയാണ്. ഇന്നും ഏതാണ്ട് കൂടുതൽ പേരുണ്ടെന്നാണ് പറയുന്നത്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നവരെങ്ങനെയാണ് താങ്കൾ കാണുന്നത്? മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നേ വരുന്നവർക്ക് കോവിഡ് വരുന്ന സ്ഥിരീകരണം കൂടുകയാണ്. ഈ സാഹചര്യത്തെ എങ്ങനെ സംസ്ഥാനം നേരിടാൻ? അല്ല, അത് നമ്മൾ നമുക്ക് അതിനുള്ള കഴിവുണ്ട്, അതിനുള്ള സംവിധാനമുണ്ട്. നമ്മൾ വളരെ കാര്യക്ഷമതയോടുകൂടി പ്രവർത്തിക്കണം, പ്രവർത്തിച്ചതിനെ അതിജീവിക്കണം. ഈ രോഗത്തിൻ്റെ ഉറവിടം ചൈനയാണ്. അതും ഏറ്റവും കൂടുതൽ രോഗവ്യാപനം ഉണ്ടായിരുന്ന സ്ഥലത്തു നിന്നാണ് നമ്മുടെ കുട്ടികളെ തിരിച്ചു കൊണ്ടുവന്നത്. അപ്പോൾ പലരും ആദ്യമൊക്കെ സംശയിച്ചു, പക്ഷെ നമ്മൾ കൊണ്ടുവന്നില്ലേ? അവരിൽ നിന്ന് ആർക്കെങ്കിലും രോഗം പടർന്നോ? 3 രോഗികളുണ്ടായിരുന്നു. അവരെ ചികിത്സിച്ച് അവരെ സുഖപ്പെടുത്തി, ബാക്കിയുള്ളവരെയെല്ലാം നിരീക്ഷിച്ചു. അവർക്ക് ആർക്കും ഒരു പ്രശ്നവും ഇല്ലാത്ത വിധത്തിൽ പോയി. നമുക്കും വേറെ ഉണ്ടായിട്ടില്ല. അപ്പോൾ നമുക്ക് ഇതിനൊക്കെ ഉള്ള സംവിധാനങ്ങളുണ്ട്. ആ സംവിധാനങ്ങൾ ഉപയോഗിച്ച് നമ്മൾ ഇതിനെ അതിജീവിക്കണം. ഒരു കാര്യം, നമ്മുടെ ഈ മറ്റു സംസ്ഥാനങ്ങളിൽ ട്രെയിൻ വരുന്ന സംവിധാനം, ഈ
കോൺഗ്രസ് ഏർപ്പെടുത്തിയ ഒരു ട്രെയിൻ കേരളത്തിലേക്ക് വന്നപ്പോൾ കണ്ണൂരിൽ സ്റ്റോപ്പ് ഉണ്ടെന്ന് അവിടെ അറിയിച്ചിരുന്നില്ല. അത് വലിയൊരു ആശയക്കുഴപ്പം കണ്ണൂരിലൊക്കെ ഉണ്ടായില്ല. എങ്ങനെയാണ് അതിപ്പം പിന്നെ കോൺഗ്രസ് സ്പോൺസർ ചെയ്യുന്ന ട്രെയിന് അല്ല, കോൺഗ്രസ് അതിനുവേണ്ടി പ്രവർത്തിച്ചു. പിന്നെ ഈ ട്രെയിനിൻ്റെ കാര്യം എനിക്കറിയത്തില്ല. ഇപ്പം ജയ്പൂരിൽ നിന്നൊരു ട്രെയിൻ വന്നിരുന്നു, അതുപോലെ പഞ്ചാബിൽ നിന്ന് വരുന്നു, അങ്ങനെയൊക്കെ ഉള്ളതിനകത്ത് ഉണ്ട്. ഈ ട്രെയിനിൻ്റെ കാര്യം എനിക്കറിയത്തില്ല. പക്ഷെ അതെല്ലാം തീരുമാനങ്ങളെല്ലാം റെയിൽവേ എടുക്കുന്നതാണ്. റെയിൽവേയുടെ മാനദണ്ഡങ്ങൾ വെച്ചിട്ടുള്ള ഇതാണ്. ഈ പരാതി ഞാനും കേട്ടു. മദ്യത്തിൻ്റെ വിതരണം ഇതുവരെ തുടങ്ങിയിട്ടില്ല. അതിനുവേണ്ടിയിട്ടൊരു ആപ്പ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് കുറേ ദിവസങ്ങളായി. ഇതുവരെ ആപ്പ് വന്നില്ല, മദ്യോ വിതരണമോ തുടങ്ങിയില്ല. അത് കമ്പനിക്ക് ആപ്പ് തയ്യാറാക്കാൻ കൊടുത്ത കമ്പനിക്ക് അത് ആ കമ്പനി സ്വകാര്യ കമ്പനിക്ക് കൊടുത്തതിന് പിന്നെ വലിയ അഴിമതി ഉണ്ടെന്നാണ് പ്രതിപക്ഷ നേതാവ് മുമ്പ് ആരോപിച്ചത്. അത്തരമൊരു ആരോപണം ഉന്നയിക്കുന്നുണ്ടോ? ഞാൻ എൻ്റെ സ്വഭാവം അറിയാമല്ലോ. ഞാൻ നേരിട്ടറിയാത്തൊരു കാര്യം അഴിമതി ആരോപണമായിട്ടൊന്നും ഉന്നയിക്കത്തില്ല. പക്ഷേ ഈ കോവിഡ് തുടങ്ങിയ കാലം തൊട്ട് തന്നെ എന്നും കേൾക്കുന്ന മുഖ്യ ഒരു പ്രശ്നം മദ്യവും മദ്യത്തിൻ്റെ വിതരണവും അതിനെ ചൊല്ലിയുള്ള വിവാദങ്ങളും തർക്കങ്ങളുമാണ്. നമുക്ക് ഇതിനേക്കാൾ എത്രയോ വലിയ പ്രശ്നങ്ങളുണ്ട്. അതിനെല്ലാം നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത്. സർക്കാരിൻ്റെ മാത്രം വരുമാനമാണോ അതോ അല്ല, നിങ്ങളുടെ മനസ്സിലെന്താണെന്ന് അറിയാതെ കോൺഗ്രസ് ഭരിക്കുന്ന സ്റ്റേറ്റുകൾ നേരത്തെ തന്നെ തുറന്നു. അവിടെയും വരുമാനമില്ലാത്തതാണ് പ്രശ്നം. പഞ്ചാബായാലും മറ്റ് സംസ്ഥാനങ്ങൾ അവിടെയും വരുമാനമില്ലാത്തതുകൊണ്ട് അവർ തുറന്നു. കേരളം ഇതിനു മുമ്പ് സ്വീകരിച്ചിട്ടുള്ളൊരു സമീപനമുണ്ട്. അത് മദ്യത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു നയമല്ല, മദ്യത്തിന് വേണ്ടി സംസാരിക്കുന്ന, അതിനെ സ്പോൺസർ ചെയ്യുന്ന ഒരു നയമല്ല. അതേസമയത്ത് മദ്യ നിരോധനം ഇവിടെ നടപ്പിലാക്കിയിട്ടില്ല. പക്ഷേ മദ്യത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത് ശരിയല്ലെന്നാണ് എൻ്റെ അഭിപ്രായം. പ്രധാനപ്പെട്ട പ്രശ്നം ഈ ആപ്പ് തയ്യാറായില്ല എന്നുള്ളതാണ് പ്രശ്നം. പിന്നെ സർക്കാരിൻ്റെ തന്നെ സംവിധാനങ്ങളുണ്ട്, IT വകുപ്പുണ്ട്, CID ഉണ്ട്. അവരൊക്കെ ഉണ്ടായിരുന്നിട്ട് ഒരു സ്വകാര്യ കമ്പനിക്ക് പരിചയം പോലും ഇല്ലാത്തൊരു സ്വകാര്യ കമ്പനി ആപ്പ് തയ്യാറാക്കാൻ വേണ്ടി ഏൽപ്പിച്ചതാണ് ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട പ്രശ്നം. അതുകൊണ്ടാണ് ഇത് വൈകുന്നത്. അങ്ങനെ ഒരു സ്വകാര്യ കമ്പനിക്ക് കൊടുക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. ഞാനത് പറയാം. ഈ വെള്ളം തുറന്നു വിട്ടതിനെ കുറിച്ച് ശിവകുമാരോട് പറഞ്ഞു. അതേതായാലും ഗവൺമെൻറ് വളരെ ഗൗരവമായിട്ട് കാണേണ്ട കാര്യമാണ്. മുഴുവൻ പ്രോട്ടോക്കോളും അനുസരിച്ചാണ് വിട്ടതെന്ന ഉദ്യോഗസ്ഥന്മാരുടെ ഒരു വിശദീകരണം കേട്ടു. അതുണ്ടെങ്കിൽ അതെന്താണെന്ന് ജനങ്ങളോട് പറയണം. ഇപ്പം ഇവിടുത്തെ മേയർ പോലും തിരിച്ച് അല്ലേ, മേയർ പറഞ്ഞു മുന്നറിയിപ്പ് കിട്ടിയിട്ടില്ല, മേയർ പോലും മുന്നറിയിപ്പ് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു. എല്ലാവരും, ഞാൻ ഒരു രാഷ്ട്രീയമില്ലാത്ത ജനങ്ങളുടെ പരാതിയാണ് കേട്ടത്. പക്ഷെ ഇത് മുന്നറിയിപ്പില്ലാതെ ഇതുപോലെ തുറക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉണ്ടാക്കും. മഴക്കാലം വരികയാണ്, വലിയ ഡാമുകളൊക്കെ ഉണ്ട്. അവിടെ ഇതുപോലൊരു സമീപനം എടുത്താൽ എന്തായിരിക്കും സ്ഥിതി? അത് ആർക്ക് കൊടുത്തു, എങ്ങനെ കൊടുത്തു? പക്ഷെ ജനങ്ങളെ അറിയിക്കണ്ടേ? പിന്നെ അവരൊരു കാര്യം പറയുന്നത് കരമനയാറാണ് അരുവിക്കര തുറന്നാൽ കിള്ളിയാറാണ് വെള്ളം കൂടിയതാണ് നഗരത്തിൽ വെള്ളം കൂടാൻ കാരണം. അത് ഡാമുമായി ബന്ധമില്ല എന്നൊരു വിശദീകരണം കൂടിയുണ്ട്. അല്ലല്ല, കരമനയാറ് ഈ കല്ലടി മുഖത്ത് കിള്ളിയാറുമായിട്ട് ചേരുക. ഈ കരമനയാറിൽ വന്ന വെള്ളം മുഴുവൻ കിള്ളിയാറിലോട്ട് പോയി. കിള്ളിയാറിലെ ഒഴുക്ക് നിന്നു. കിള്ളിയാറിലെ ഒഴുക്ക് ഈ മഴവെള്ളം മുഴുവൻ പെട്ടെന്ന് ഒലിച്ചു പോകേണ്ടതാണ്. കരമനയാറിന് കുത്തൊഴുക്ക് വന്നു. ഇത് കല്ലടി മുഖത്ത് വെച്ചിട്ട് കിള്ളിയാറിലോട്ട് കയറി. കിള്ളിയാറിലെ ഒഴുക്ക് നിന്നു. വെള്ളം മുഴുവൻ രണ്ട് സൈഡ് കയറി. പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചതുപോലെയുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നില്ല. ഇപ്പൊ ഇവിടെ ഈ ആപ്പുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പ്രതിപക്ഷ നേതാവ് അതിനകത്ത് വലിയ അഴിമതി നടന്നിട്ടുണ്ട് എന്നുള്ള ആരോപണമാണ് ഉന്നയിക്കുന്നത്.
താങ്കൾ അത് ഉന്നയിക്കാൻ തയ്യാറാകുന്നത് എന്തുകൊണ്ടാണ് അത്തരം പ്രതിപക്ഷ നേതാവിന്റെ പോരാട്ടത്തിന് താങ്കളുടെ അല്ലല്ല, പോരാട്ടമൊന്നുമല്ല. അതിനെയൊന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞ് ഒന്നിനെയും ഡിസോൺ ചെയ്തിട്ടില്ല. ആ പ്രതിപക്ഷ നേതാവ് പറഞ്ഞ എല്ലാം കോൺഗ്രസിൻ്റെ അഭിപ്രായം, കോൺഗ്രസിൻ്റെ സമീപനമാണ്. ഞാൻ വ്യക്തിപരമായിട്ട് ഒരു കാര്യം എന്നെ സംബന്ധിച്ച് നമ്മൾ പറഞ്ഞ അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തതിൻ്റെ ഇതാണ്. എനിക്ക് നേരിട്ട് ബോധ്യപ്പെടാത്തൊരു കാര്യം ഇന്ന് വരെ ഒരു സാഹചര്യത്തിനും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ആ ഒരു സമീപനത്തിൻ്റെ ഒരു ഭാഗമായിട്ട് ഞാൻ അതിലേക്ക് കടന്നില്ല. അതേ സമയത്ത് അതിനകത്തുള്ള തെറ്റുകളും കുറവുകളും ഒക്കെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അദ്ദേഹം ഇതുപോലെ പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ച ഒരു വലിയ ആരോപണം UDF അംഗങ്ങൾ അടക്കം ഏറ്റെടുത്ത ഒരു ആരോപണമായിരുന്നു റേഷൻ കാർഡ് ഉടമകളുടെ വിവരം പിന്നെ സ്പ്രിംഗ്ലറിന് കൈമാറിയെന്നുള്ളത്. അദ്ദേഹം ഉന്നയിച്ച ആരോപണം അദ്ദേഹം തന്നെ ഡിസോൺ ചെയ്തു. പ്രതിപക്ഷ നേതാവിന്റെ പത്രത്തിൽ വന്ന വാർത്ത കണ്ട് ഞാൻ പറഞ്ഞതാണ് അതങ്ങനെ എല്ലാ സർക്കാർ പറഞ്ഞ വലിയ ബോധ്യപ്പെട്ടു എന്ന് പറഞ്ഞു. വളരെ ഗുരുതരമായി ഉന്നയിച്ച ആരോപണം. താങ്കൾ അത്തരം ആരോപണങ്ങൾ പഠിക്കാതെ ഉന്നയിക്കാൻ തയ്യാറാവുന്നു. അതല്ല, പ്രതിപക്ഷ നേതാവ് അങ്ങനെ പറഞ്ഞതായിട്ട് ഞാൻ കേട്ടിട്ടില്ല. ഇപ്പം ഗവൺമെന്റ് അല്ലേ ഇത് അംഗീകരിച്ച് പുറകോട്ട് മാറിയത്. പ്രതിപക്ഷം പറഞ്ഞ പല പോയിന്റുകളും അംഗീകരിക്കുന്ന ഒരു സത്യവാങ്മൂലമാണ് അത് ഗവൺമെന്റ് കോടതിയെ കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് സുഹൃതം പരിപാടിക്കകത്ത് APL BPL എന്ന് പറഞ്ഞിരിക്കുന്ന APL ഒന്ന് വെട്ടിക്കളഞ്ഞേക്കണം. BPL മാത്രമാണ് 4-ാം പേജിൽ അഞ്ചാമത്തെ സുഹൃതം പദ്ധതി എന്നുള്ളത് APL BPL എന്നുള്ളത് APL ഇല്ല, BPL കുടുംബങ്ങൾക്ക് എന്നുള്ളതാണ്.